ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ബെഡ്റൂം എങ്ങനെ വൃത്തിയായി സൂക്ഷിക്കാം എന്നാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ബെഡ്റൂം. ഇപ്പോൾ മക്കളൊക്കെ സ്കൂളിൽ പോയ ശേഷം എൻ്റെ റൂമിലുള്ള സാധനങ്ങളൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. ഇനി ഞാനിതെല്ലാം ഒക്കെ പറക്കി വൃത്തിയാക്കി എടുക്കാൻ പോവാണ്. അതാണ് നമ്മളിനി കാണാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ റൂമിൽ നല്ലൊരു പോസിറ്റീവ് എനർജിയും നല്ലൊരു വെളിച്ചവും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കർട്ടൻസ് എല്ലാം നന്നായി തുറന്നു വയ്ക്കുക. ഇനി ചെയ്യുന്നത് മാറാല തട്ടലാണ്. ഇത് ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ ചെയ്യാറുള്ളൂ. മാറാല നന്നായി തട്ടി കളഞ്ഞ ശേഷം ഞാൻ എല്ലാ ജനലകളും നന്നായി ഒരു നനഞ്ഞ തുണി കൊണ്ട് തുടയ്ക്കുകയാണ്. ഗ്രില്ലുകളും അതിൻ്റെ സൈഡുകളും എല്ലാം. ഇതും ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ ചെയ്യാറുള്ളൂ. മാറാല തട്ടലും അതുപോലെ തന്നെ ജനലകൾ തുടയ്ക്കൽ, അതുപോലെ തന്നെ ഷെൽഫുകളല്ലാതെ ഒന്ന് ജസ്റ്റ് ഞാൻ തുടച്ചിടും, പൊടി ജസ്റ്റ് തുടയ്ക്കും. അപ്പോൾ ജനലകൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ഷെൽഫാണ്, ഷെൽഫും ജസ്റ്റ് ഒന്ന് തുടച്ചിടും. ഇനി ബെഡും എന്തെങ്കിലും തുണികളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വേഗം മടക്കി മാറ്റിയ ശേഷം ഞാൻ ഇന്ന് ബെഡ്ഷീറ്റ് മാറ്റുന്നുണ്ട്. കാരണം കഴിഞ്ഞ ആഴ്ച വിരിച്ചതാണ്, അതുകൊണ്ട് ഞാൻ ഇന്ന് ബെഡ്ഷീറ്റും കൂടി മാറ്റുന്നുണ്ട്. അല്ലെങ്കിൽ ജസ്റ്റ് ഞാൻ ഷീറ്റൊക്കെ ഒന്ന് ശരിയാക്കി ഇടാറുള്ളൂ. ഇന്ന് പക്ഷെ ഞാൻ ബെഡ്ഷീറ്റും മാറ്റുന്നുണ്ട്. അപ്പോൾ ബെഡ്ഷീറ്റ് മാറ്റി അത് ഞാനിന്ന് കഴുകാനിടും. ഞാനൊരു ബെഡ് കവർ ബെഡുമ്മ യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം ചെറിയ മോളുള്ള കാരണം വെള്ളമോ എന്തെങ്കിലുമൊക്കെ ആക്കാതിരിക്കാൻ വേണ്ടി ബെഡുമ്മ ബെഡ് കവർ ഇട്ടിട്ടുണ്ട്. അതൊന്ന് ഞാൻ ഊരി അതുമത്തെ പൊടിയൊക്കെ ഒന്ന് കുടഞ്ഞ് കളഞ്ഞ ശേഷം ഞാൻ വീണ്ടും അത് തിരിച്ച് ബെഡുമ്മ തന്നെ വിരിക്കും. ബെഡ് എൻ്റെ നല്ല കനമുള്ള ബെഡാണ്, മെഡിക്കേറ്റഡ് ബെഡാണ്. അതുകൊണ്ട് പൊക്കി ബെഡ് കവറൊക്കെ ഇടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. എന്നാലും ഞാനത് പറ്റാവുന്ന പോലെ തന്നെയാണ് ചെയ്യാറ്. ബെഡ് എൻ്റെ സൈഡിലേക്ക് ഇത്തിരി നീക്കണം. കാരണം ചുമരിനോട് ചേർന്ന് കിടക്കണ കാരണം ബെഡൊന്ന് നീക്കി ഇട്ട ശേഷമാണ് ഞാൻ ബെഡ് കവറൊക്കെ ഇട്ട് ബെഡ്ഷീറ്റ്സൊക്കെ ഇടുന്നത്. മക്കളുള്ള കാരണമാണ് അറ്റത്തേക്ക് മുട്ടിച്ചിട്ടേക്കണേ, വീഴാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ബെഡ്ഷീറ്റ് വിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബെഡ്ഷീറ്റ് നന്നായി എല്ലാ വശങ്ങളും കറക്റ്റായിട്ട് ഉള്ളിലേക്ക് തിരികെ വയ്ക്കും. കാരണം അല്ലെങ്കിൽ കുറേ കഴിയുമ്പോഴേക്കും ബെഡ്ഷീറ്റ് മുഴുവൻ അഴിഞ്ഞു പോകും. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് എല്ലാ ദിവസമൊന്നും ബെഡ്ഷീറ്റ് വിരിക്കേണ്ട കാര്യമില്ല. നന്നായി ഉള്ളിലേക്ക് തിരികെ വെച്ച് നമ്മൾ ഷീറ്റ് വിരിക്കുകയാണെങ്കിൽ. ഇനി ഞാൻ തലോണ കവറുകളെല്ലാം മാറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ തലോണകളൊക്കെ വാഷ് ചെയ്യണമെങ്കിൽ വാഷ് ചെയ്യാം. ഇപ്പം ഞാൻ കഴുകിയില്ല, കാരണം മഴ സീസൺ ആയതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടില്ല. അതുകൊണ്ട് ഇപ്പം ഞാൻ കഴുകിയിട്ടില്ല. ബ്ലാങ്കറ്റ്സ് മടക്കി ഞാൻ അവിടെ ബാക്കിൽ ഒരു ഗ്യാപ്പ് ഉണ്ട് ഞങ്ങളുടെ ബെഡിൻ്റെ ഇടയിൽ, അപ്പോൾ അവിടെയാണ് വെക്കുന്നത്. കാരണം പിള്ളേർ ബെഡ്ഷീറ്റ് ബ്ലാങ്കറ്റ് എടുത്ത് കളിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ മടക്കി വെച്ചിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് കുറച്ച് കുഷ്യൻസ് വെക്കാറുണ്ട്. കാരണം എനിക്കത് ഇഷ്ടമായതുകൊണ്ടാണ് അത് വെക്കുന്നത്. വേണമെങ്കിൽ വെച്ചാൽ മതി, നിർബന്ധമൊന്നുമില്ല. ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് വെക്കുന്നതാണ്. ഇതാണ് എൻ്റെ ഓഫീസ് ഡെസ്ക്. ഇവിടെ എൻ്റെ ലാപ്ടോപ്പും അതുപോലെ തന്നെ എൻ്റെ പെൻസിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. ഈ മേശമേ എൻ്റെ ബഡ്ജറ്റിങ്ങോ അല്ലെങ്കിൽ കാൽക്കുലേഷൻസ് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ ഞാനിവിടെ ഇരുന്നുകൊണ്ടാണ് അത് ചെയ്യാറ്. അതുപോലെ തന്നെ എൻ്റെ ലാപ്ടോപ്പും ഈ മേശമേ തന്നെ ഞാൻ വെച്ചേക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒതുക്കിയിട്ടു. ഇനി ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്, അവിടെ ഒരു ചെറിയ ചെയർ ഇട്ടിട്ടുണ്ട് എനിക്കിരിക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അതും ചിലപ്പോൾ വല്ലതൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ അതും ഒതുക്കും. ഡോറിൻ്റെ പിന്നിൽ ഹുക്സ് ഉണ്ട്, അവിടെയാണ് ഞാൻ എൻ്റെ ബാഗുകൾ, അതായത് ചെറിയ ഹാൻഡ് ബാഗ്സ് ഒക്കെ ഞാൻ ഇട്ടിരിക്കുന്നത്. അതൊക്കെ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. കാരണം അതൊക്കെ ബെഡ്റൂമിൽ പെട്ടെന്ന് കാണുന്ന കാര്യങ്ങളായതുകൊണ്ടാണ് അതൊക്കെ അറേഞ്ച് ചെയ്തിരുന്നത്. ഇന്ന് ഞാൻ ഷെൽഫുകളുടെ ഉള്ളിലൊന്നും ഞാൻ ഒതുക്കാറില്ല, പുറത്തുള്ള കാണുന്ന സാധനങ്ങളൊക്കെയാണ് ഞാൻ ഒതുക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതെൻ്റെ ബെഡിൻ്റെ സൈഡിലുള്ള ചെറിയൊരു മേശയാണ്. ഇവിടെ ഞാൻ ഒരു ചെറിയ ബോക്സ് വെച്ചിട്ടുണ്ട്. അത് ബുക്കിൻ്റെ ഒരു ഷേപ്പിലുള്ളൊരു ബോക്സാണ്. അത് എൻ്റെ വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ എനിക്ക് ആവശ്യം വരാണെങ്കിൽ അവിടെ ഞാൻ വെച്ചിരിക്കുന്നത് ഒരു ഇയർഫോൺ,
പിന്നെ AC-യുടെ റിമോട്ട്, അതുപോലെ തന്നെ വിക്സ്, പിന്നെ ഒരു പെയിൻറ്റ് ബാം, അതുപോലെ തന്നെ വാസ്ലിൻ. എന്തെങ്കിലും വൈകുന്നേരം എനിക്ക് പെട്ടെന്ന് ആവശ്യം വന്നാൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ബോക്സിൽ വെച്ചേക്കുന്നത്. ആ ബോക്സിൽ വയ്ക്കുമ്പോൾ അത് നല്ല നീറ്റായിട്ടിരിക്കും, അതുകൊണ്ടാണ് അതൊരു ബോക്സിൽ വെച്ചിരിക്കുന്നത്. ഒരു ബുക്ക് വെച്ചിട്ടുണ്ട് വായിക്കാൻ, എന്തെങ്കിലും വായിക്കാൻ. അതുപോലെ തന്നെ ഒരു വെള്ളം ബോട്ടിൽ ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ റൂം നന്നായി അടിച്ചു വാരാൻ പോവാണ്. ഞാൻ ഇങ്ങനത്തെ മോഡൽ ചൂലാണ് ഉപയോഗിക്കുക, അധികം കുമ്പിടേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നമ്മൾക്ക് മേശയുടെ അടിയിലേക്കൊക്കെ ഈസി ആയിട്ട് ഇത് ഉപയോഗിച്ച് അടിച്ചു വാരാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചൂല്. പലരും ചോദിക്കാറുണ്ട് ഇത് എവിടെ നിന്നാണ് മേടിച്ചൊരു നോർമൽ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചൊരു ചൂലാണിത്, അത്രയും പ്രത്യേകതയൊന്നുള്ളതൊന്നുമില്ല. നന്നായി റൂം അടിച്ചു വാരാം. ഇനി ഞാൻ ചെയ്യുന്നത് എൻ്റെ മോപ്പ് ഉപയോഗിച്ച് ഞാൻ നന്നായി നിലക്കൊന്ന് തുടച്ചിടാണ്. ഇത് സ്പിൻ മോപ്പ് എന്നാണ് അതിൻ്റെ പേര്, ഈസി മോപ്പ് എന്നൊക്കെ പറയും. നിങ്ങളത് പലരും TV-യിലൊക്കെ കണ്ടിട്ടുണ്ടാവും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മോപ്പാണത്. ഞാനിനി നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് ഒരു നല്ല മണമുള്ളൊരു കാൻഡിൽ കത്തിച്ച് വെച്ചേക്കാണ്. അപ്പോൾ അത് കത്തിക്കുമ്പോൾ തന്നെ റൂമിൽ നല്ലൊരു മണം വരും. അപ്പോൾ റൂം ക്ലീനിങ് ഏതാണ്ട് കഴിഞ്ഞപ്പോഴേക്കും നന്നായി മഴ പെയ്തു തുടങ്ങി. ഇപ്പോൾ റൂമിൽ ഇരിക്കാൻ തന്നെ നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ റൂം ക്ലീൻ ആയിട്ടുള്ള കാഴ്ചയാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത്. അപ്പോൾ റൂമൊക്കെ നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ഇതുപോലെ ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ്. റൂം എപ്പോഴും ക്ലീൻ ആയിട്ട് കിടക്കും. എന്നും റൂം ക്ലീൻ ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ആ ബ്ലാങ്കറ്റ് ഒന്ന് മടക്കി വെച്ച് അവിടെ കിടക്കുന്ന സാധനങ്ങളൊക്കെ അതാത് സ്ഥലത്ത് വയ്ക്കുമ്പോൾ തന്നെ റൂം നല്ല ക്ലീൻ ആവും. പിന്നെ ആഴ്ചയിൽ ഒരിക്കലും ഇതുപോലെ മാറാല തട്ട, അതുപോലെ തന്നെ വിൻഡോസൊക്കെ നന്നായി തുടയ്ക്കുക, അതുപോലെ തന്നെ ഷെൽഫുകളൊന്ന് തുടയ്ക്കുക. ബെഡ്ഷീറ്റ് മാറ്റിയിടുമ്പോൾ തന്നെ റൂം നല്ല ക്ലീൻ ആയി കിടക്കും. കൂടുതൽ ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മലയാളി മോം. അതുപോലെ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക, അപ്പോൾ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ കൂടുതൽ വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. താങ്ക് യു.